എടേ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം, ഇവിടെ എന്തരൊക്കെയാണ് ഈ നടക്കണത്? ഒരു പാട്ടയും ഒരു തൊട്ടിയും. പാട്ടയാണെങ്കിൽ പറ്റതള്ള, സഹിക്കാൻ പറ്റാത്ത തെറി വിളിക്കുന്നു. അല്ല, ഈ പാട്ടേനെ തൂറിയിട്ടതാണോ അതോ പെറ്റിട്ടതാണോ ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരും. എന്റെ പേര് പറയാൻ എനിക്ക് പേടിയാവുന്ന ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കെടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തു വിടും, ഉറപ്പാണ്. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പൊ ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്ക് അതിനുള്ള യോഗ്യതയില്ല. മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചോന് ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം. നീ ഓൾറെഡി ഒരിക്ക മറ്റേ ഗർഭിണികളെ കളിയാക്കി അവിടെ തീർന്നിട്ടില്ല. മനസ്സിലായില്ലേ? അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കാണുന്ന പോലെയാണ് പോലെയാണ് സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ പോരാ. വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട, കേട്ടില്ലേ? അതെല്ലാം എന്റെ കയ്യിലുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനക്ക് തോന്നുന്നില്ല. അല്ലടെ, ഈ പാട്ട ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാ? പണ്ട് ഇവള് വാ തുറന്നു കഴിഞ്ഞാൽ മറ്റേ കക്കൂസ് തുറന്ന മാതിരിയാ. അമ്മാതിരി തെറിയ അവക്കെ വായിക്കാത്തുനിന്ന് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ജാസിയും തെറി വിളിക്കുന്നതിലും ഇതൊന്നുമില്ല കേട്ടോ. ഏട്ടാ മോഞ്ഞ അങ്ങോട്ട് തുടങ്ങും ജാസി. പക്ഷെ എന്താണ് സംഭവം? പാട്ട പറയണത് പാട്ടയ്ക്ക് ജാസി തുറന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ച് പിന്നെ ക്യാമറ പൊത്തിപ്പിടിച്ചു വെച്ചിട്ടാണ് പാട്ട കണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് പാട്ടെ നിനക്ക് ജാസി കാണിച്ചു തന്നത്? എന്താ സംഭവം? എന്താണ് നിങ്ങൾ തമ്മിലുള്ള വിഷയം? അത് പറ. ഇത് നിങ്ങൾ രണ്ടുപേരും വീഡിയോ കോൾ വിളിച്ച് കാണേണ്ടതെല്ലാം കണ്ടിട്ട് ഇവിടെ വന്നിട്ട് നമ്മളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ പാട്ടെ? ഇപ്പൊ പാട്ടയുടെ കല്യാണമൊക്കെ കഴിഞ്ഞെന്നൊക്കെയാണ് പറയണത്. ആ ചെക്കനോടൊന്ന് പറയാനുണ്ട്, എടേ 2 കൊടുത്തിട്ട് മര്യാദയ്ക്ക് വളർത്തറ ഇതിനെ, അല്ലാണ്ട് എന്ത് പറയാനാണ്? തന്തയും തള്ളയും നോക്കിയില്ല, അതുകൊണ്ട് തന്നെ അത് ഒരു പാഴായി ഇങ്ങനെ ആയിപ്പോയി. ഇത് കെട്ടിയ നീയെങ്കിലും ഒന്ന് ഇതിനൊന്ന് അടക്കി നിർത്താൻ നോക്ക്, അല്ലാണ്ട് എന്ത് പറയാനാണ്? അവരായി അവരുടെ പാടായി. നിങ്ങൾ കണ്ട് ആസ്വദിച്ച് സമ്പതി സുയന്ത അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ വേദം ഓതേണ്ട കാര്യം എന്തരാണ്? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. എന്തിന്? ഒന്നും പറയാനില്ല പൊന്നേ. കക്കൂസ് ടാങ്ക് പൊട്ടി ഒലിക്കണ പോലെ ഉണ്ട്, ഒന്നും പറയണില്ല.